ഇന്നലെ അന്തരിച്ച സംഗീതജ്ഞൻ കെ.ജി. ജയൻ്റെ സംസ്കാരം ഇന്ന് നടക്കും. മൃതദേഹം തൃപ്പൂണിത്തുറയിലെ വസതിയിൽ എത്തിച്ചു കഴിഞ്ഞു. ഇവിടുത്തെ കർമ്മങ്ങൾ പൂർത്തിയാക്കി ലായം കൂത്തമ്പലത്തിൽ പൊതുദർശനത്തിന് വയ്ക്കും. കെ.ജി. ജയൻ്റെ തൃപ്പൂണിത്തുറയിലെ വസതിയിൽ നിന്ന് വിനീത വി.ജി നമുക്കൊപ്പം ചേരുന്നു. വിനീത, എന്തൊക്കെയാണ് വിവരങ്ങൾ? സംസ്കാര ചടങ്ങുകൾ എപ്പോഴായിരിക്കും നടക്കുക? എസ്.കെ.എൻ അല്പസമയം മുൻപാണ് അദ്ദേഹത്തിന്റെ ഭൗതികദേഹം ആശുപത്രിയിലായിരുന്നു, മോർച്ചറിയിൽ, സൺറൈസ് ആശുപത്രിയിലെ മോർച്ചറിയിലായിരുന്നു സൂക്ഷിച്ചിരുന്നത്. ആ മൃതദേഹം, ആ ഭൗതികദേഹം ഇപ്പോൾ വീട്ടിലേക്ക് എത്തിച്ചിട്ടുള്ളത്. വീട്ടിലെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ, സുഹൃത്തുക്കളൊക്കെ രാവിലെയോടുകൂടി തന്നെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ തൃപ്പൂണിത്തുറയിലെ അദ്ദേഹത്തിന്റെ വീട്ടിലാണ് ഭൗതികദേഹമുള്ളത്. ഇവിടെ എത്തി നിരവധി ആളുകൾ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുന്ന കാഴ്ചയാണ് നമുക്ക് വീട്ടിൽ നിന്ന് കാണാൻ കഴിയുന്നത്. ഇതിനുശേഷം 3 മണിയോട് കൂടിയിട്ട് ലായം കൂത്തമ്പലത്തിലായിരിക്കും പൊതുദർശനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. 5 മണിവരെ പൊതുദർശനം നീളുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിനുശേഷം വൈകിട്ട് 5:30 കൂടിയിട്ടായിരിക്കും തൃപ്പൂണിത്തുറ ചടങ്ങുകൾ ഉണ്ടാവുക. ഇന്നലെയാണ് അദ്ദേഹത്തിന്റെ വിയോഗമുണ്ടായത്. ഇന്നലെ പുലർച്ചെ 5:30 കൂടിയിട്ടൊക്കെയാണ് അദ്ദേഹത്തിന്റെ വിയോഗമുണ്ടായതെന്നാണ് ബന്ധുക്കൾ പറഞ്ഞത്. വാർദ്ധക്യ സഹിതമായിട്ടുള്ള അസുഖങ്ങളാൽ അദ്ദേഹം ഏറെക്കാലം അദ്ദേഹത്തിന് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു. ഡിസംബറിലാണ് അദ്ദേഹം നവതി ആഘോഷിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം അദ്ദേഹത്തിന് ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെയായി അദ്ദേഹം പിന്നീട് വീട്ടിൽ തന്നെയായിരുന്നു. ഇന്ന് അദ്ദേഹത്തിന്റെ ചില ബന്ധുക്കളൊക്കെ പുറത്താണുള്ളത്, അമേരിക്കയിലും മറ്റുമാണുള്ളത്. അവർ എത്തുന്നതിന് കൂടി വേണ്ടിയിട്ടാണ് ഇന്നലെ മൃതദേഹം വീട്ടിൽ നിന്ന് മോർച്ചറിയിലേക്ക് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നത്, സൺറൈസ് ആശുപത്രിയുടെ മോർച്ചറിയിലേക്ക് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഭൗതികദേഹം ഇന്ന് രാവിലെയോടുകൂടി തന്നെ ഇപ്പോൾ വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി നിരവധി ആളുകളാണ് തൃപ്പൂണിത്തുറയിലുള്ള ആ വീട്ടിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്നത്. ചലച്ചിത്ര താരം മനോജ് കെ ജയൻ അദ്ദേഹത്തിന്റെ മകനാണ്. അദ്ദേഹം ഇപ്പോൾ ഇവിടെ തന്നെയുണ്ട്, വീട്ടിൽ തന്നെയാണുള്ളത്. ഒപ്പം തന്നെ ഇന്നലെ പുറത്തുള്ള, വിദേശത്തുള്ള അദ്ദേഹത്തിന്റെ ബന്ധുക്കളും മക്കളും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇഷ്ടദൈവമായ അയ്യപ്പസ്വാമിക്ക് ഗാനാർച്ചന ഒരുക്കിയാണ് ഇരട്ട സഹോദരന്മാരായ ജെ വിജയന്മാർ അവരുടെ തുടക്കമിട്ടത്. ഇരുവരും ചേർന്ന് ആദ്യമായി ഈണം നൽകിയ ഇഷ്ടദൈവമേ സ്വാമി ശരണമയ്യപ്പ എന്ന ഗാനം ആസ്വാദക ലക്ഷങ്ങൾക്ക് അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഗാനങ്ങളിൽ ഒന്നായി മാറിയിരുന്നു. 1961 പി ലീല ആലപിച്ച ഈ ഗാനം അയ്യപ്പ ഭക്തി ഗാനശാഖയുടെ തന്നെ തിരുവാഭരണമായി മാറിയ ഒരു കാഴ്ചയാണ് പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരുപക്ഷെ ആദ്യമായി തന്നെ ഒരു ഗായിക അത് അയ്യപ്പ ഭക്തിഗാനവും ഒക്കെ പാടുന്ന ഒരു രീതി, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വ്യത്യാസത്തിലേക്കത്തെ അദ്ദേഹത്തിന്റെ ഒരു കാലത്ത് തന്നെയായിരുന്നു അങ്ങനെയുള്ള ഒരു നടപടിയൊക്കെ അന്ന് വന്നിട്ടുണ്ടായിരുന്നത്. അത് 1961 പക്ഷെ അങ്ങനെ ഒരു കൊണ്ടുവന്നൊരു സംഗീതജ്ഞൻ കൂടിയാണ് അദ്ദേഹം. ഭക്തി സംഗീതത്തിന്റെ ശ്രീകോവിലാണ് പിന്നീട് ജയവിജയന്മാർക്ക് മുന്നിൽ തുറന്നത്. ഹിസ് മാസ്റ്റേഴ്സ് വോയിസിന്റെ ഗ്രാമഫോൺ റെക്കോർഡിന് വേണ്ടി ചിട്ടപ്പെടുത്തിയതാണ് ഈ ഇഷ്ടദൈവമേ എന്ന ഗാനം. ഇതിനുശേഷം പിന്നീട് നിരവധി കാസറ്റുകളൊക്കെ അന്ന് ഇറങ്ങി തുടങ്ങാത്തൊരു കാലഘട്ടത്തിലാണ് ഇങ്ങനെ നിരവധി ഗാനങ്ങളുമൊക്കെ അദ്ദേഹം മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയത്. അദ്ദേഹത്തിന്റെ വിയോഗം അത് ഒരു കാലത്തും നികത്താൻ കഴിയുന്ന ഒന്നല്ല. ഇപ്പോൾ അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി നിരവധി ആളുകൾ എത്തിയിരിക്കുകയാണ്. സംസ്കാര ഒരു നക്ഷത്രദീപം കൂടി പൊലിഞ്ഞു. ആ കഥയാണ് കെ.ജി. ജയൻ്റെ നിര്യാണത്തോടെ ഉണ്ടായിരിക്കുന്നത്. ഇന്ന് അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുണ്ടാകും. ജയവിജയന്മാർ എന്ന പേരിലൂടെ കേരളത്തിൽ വിഖ്യാതരായ ജയവിജയന്മാരിലെ കെ.ജി. ജയനാണ് ഇപ്പോൾ അന്തരിച്ചത്. കെ.ജി. വിജയൻ നേരത്തെ തന്നെ അന്തരിച്ചത് മനോജ് കെ ജയൻ മകനാണ്. 2 മക്കളാണ് അദ്ദേഹത്തിന് ഉള്ളത്. മാത്രമല്ല കുറേ അധികം ഭക്തിഗാനങ്ങൾ, അതിനേക്കാളും സംഗീത കച്ചേരികൾ, ചലച്ചിത്ര ഗാനങ്ങൾ, ഇതൊക്കെ തന്നെ അദ്ദേഹം മലയാള ഗാനലോകത്തിന് ചെയ്ത സംഭാവനകളാണ്. ഒരുപക്ഷെ അദ്ദേഹം സംവിധാനം ചെയ്ത് അദ്ദേഹം പാടിവെച്ച പാട്ടുകളൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നിലനിർത്തുക തന്നെ ചെയ്യും.